കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അങ്ങനെ ഇപ്പൊ എന്നെ ഇറക്കി വിടാൻ നോക്കണ്ട. ഞാൻ പോവത്തില്ല. നിന്നെ ഇനി മുറി ഞാൻ കിടത്തൂല. ചത്താലും ഞാൻ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പോവൂല. പറ്റത്തില്ല. എന്റെ കട്ടിലിൽ കിടക്കാൻ പറ്റത്തില്ല. അതെ, നിങ്ങൾക്കെതിരെ ഞാൻ സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കും. കൊടുത്തോ? നിങ്ങൾ ജയിലിൽ പോവേ? സാരമില്ല, ജയിലിൽ നീ തരുന്നതിനേക്കാൾ നല്ല ഫുഡ് കിട്ടും. എന്നാലും നിങ്ങൾ എന്നെ കട്ടിലിൽ കിടത്തത്തില്ല? ഇല്ല. ഞാൻ സോറി പറഞ്ഞാലോ? ഞാൻ സോറി പറഞ്ഞാലോ? എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കാല് പിടിച്ച് സോറി പറയാം. വേണ്ട, നീ കാല് വാരും. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. വേണമെങ്കിൽ അവിടെ തറയിലെങ്ങാനും കിടന്നു. തറയിലോ? എന്റെ പട്ടി അടക്കം തറയില്ല. എന്നാ നിന്റെ പട്ടിയോടൊന്നും കിടക്കാൻ പറ. അല്ല പിന്നെ പിന്നെടുത്തൂടെ? അയ്യാടാ, അതെ, ഞാനിവിടെ കിടക്കും കേട്ടോ. മര്യാദയ്ക്ക് ഇവിടെ കിടക്കാമെങ്കിൽ കിടന്നു, ഇല്ല പുറത്തു പോയി കിടന്നോളാം. പറഞ്ഞേക്കാം. എടി ബേക്കറിക്കാരി, നിനക്കുള്ള പണിഷ്മെന്റ് തുടങ്ങിയിട്ടേ ഉള്ളടി. ദൈവമേ, ഈ ഹിറ്റ്ലറിനോട് ഞാൻ എങ്ങനെ സത്യം പറയും? നാളെ എന്തായാലും പറയണം. അങ്ങനെ നമ്മുടെ അമ്മായിയമ്മയ്ക്ക് നല്ല ഉഗ്രം പണി കിട്ടി. പിന്നല്ലാതെ ഇത്രയും ദിവസം നമ്മളിട്ട് വട്ട് തട്ടിയതാന്ന് പാവത്തിന് ഇപ്പോഴല്ലേ മനസ്സിലായേ? ജ്യോതി വിചാരിച്ചിരുന്നത് സുപ്രിയ ആന്റി തിരിച്ചു വന്നു തന്നെയാ. ആ ഹരിപ്രിയ ഇപ്പോഴേ സത്യം പറയണ്ടായിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ അതുവരെ അവളെ നമുക്ക് ഒന്നാന്തരം വിഡ്ഢിയാക്കാമായിരുന്നു. ആ ചാൻസാ പോയത്. സത്യം പറഞ്ഞ ഹരിപ്രിയ വന്ന് ഇറങ്ങിയപ്പോ നമ്മളും ഞെട്ടിപ്പോയില്ലേ? അമ്മ പറഞ്ഞപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. DKയുടെയും സുപ്രിയാന്റിയുടെയും കല്യാണം കഴിഞ്ഞ കാലത്ത് ഇവിടെ അവരുടെ കൂടെ കുറച്ചുനാൾ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. സത്യത്തിൽ ഞാനും ആദ്യം അങ്ങ് പേടിച്ചുപോയി. താരേച്ചി ആരെയാ വിളിക്കുന്നേ? ഗോകുലിനെ. ഇന്നലെ രാത്രി ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് വെച്ചിട്ട് പോയ ആളാ. പിന്നെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് പോലും ഇല്ല. റിങ് പോകുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. രാവിലെ വല്ല ജിമ്മിലും പോയതായിരിക്കും. പിന്നെ ജിമ്മിൽ പോകുന്ന ഒരാള് പറ്റുമെങ്കിലേ സൂര്യൻ ആകാശത്ത് കയറുന്നത് വരെ കിടന്നുറങ്ങുന്ന ആളാ രാവിലെ ജിമ്മിൽ പോകുന്നത്. നല്ല കഥയായി. എന്നാ പിന്നെ ടോയ്ലറ്റിലായിരിക്കും അവൻ. അയ്യോ, അതിന് ടോയ്ലറ്റ് എന്ന് പറയല്ലേ, തിങ്കിങ് പ്ലേസ്. ആ പിന്നെ ടോയ്ലറ്റിലിരുന്ന് ചിന്തിച്ചിട്ടല്ലേ ഈ ലോകത്ത് വിപ്ലവങ്ങളൊക്കെ ഉണ്ടായത്. ഒന്ന് പോവണ്ണേ. ബാലുവും ഫോൺ എടുക്കുന്നില്ലല്ലോ മായച്ചി. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അവര് രാവിലെ എന്തെങ്കിലും ജോലിയിലായിരിക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വിളിക്കും. ശ്രീയേട്ടൻ രാവിലെ വിളിച്ചായിരുന്നോ? ഇല്ല, വിളിക്കാവുന്ന മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ തന്നെ മനസ്സിലായില്ലേ തിരക്കാണെന്ന്. ചായ ഇട്ടോ താരെ? എടുത്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ? ബാഗൊക്കെ എടുത്ത് പുറപ്പെട്ടിട്ട് ഇന്നലെ എന്താ പോയില്ലേ? മതി മതി കളിയാക്കിയത്. ഇതിന്റെ പിന്നിൽ എന്റെ മരുമക്കളും കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ എനിക്ക് അബദ്ധം പറ്റിയത് അത് ഞാനങ്ങ് സഹിച്ചു. പക്ഷെ അതിന്റെ പേരിൽ ആരും എനിക്ക് പൊങ്കാല ഇടാൻ വേണ്ടി വരണ്ട. അതെ, ഞങ്ങളും അമ്മയും കൂടെ പ്ലാൻ ചെയ്ത് തന്ന പണി തന്നെയാ. DK പറയുന്ന വിശ്വാസമില്ലാതെ പോയതല്ലേ, പിന്നെന്തിനാ തിരിച്ചു വന്നേ? അത് സുപ്രിയാന്റിയാന്ന് വിചാരിച്ചെന്നല്ലേ? അതെ, അത് തന്നെയാ സത്യവും.
ഗ്യാസ് ഓഫ് ആക്കടി. പിന്നെ മരിച്ചുപോയ ഭാര്യ തിരിച്ചു വന്ന കഥകളൊക്കെ പത്രത്തിലൊക്കെ ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട്. പറയാൻ പറ്റില്ലല്ലോ, സ്വന്തം ഭർത്താവിനെ സൂക്ഷിക്കേണ്ടത് ഭാര്യയുടെ മാത്രം കടമയാണ് അല്ലേ? ഓ, ഇത്രയ്ക്കൊക്കെ അറിവും ബോധം ഉണ്ടായിട്ടാണോ സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് പോയത്? ആ, പക്ഷെ ഇപ്പൊ നീ പേടിച്ചു. സുപ്രിയ ആന്റി ആണോന്ന് നീ നല്ലതുപോലെ പേടിച്ചു. പക്ഷേ ഇനി നീ സൂക്ഷിക്കണം. ഹരിപ്രിയ ചിലപ്പോ DKയുടെ മനസ്സിളക്കും. അങ്ങനെ പെട്ടെന്ന് ഇളകുന്ന മനസ്സൊന്നും അല്ല DKയുടേത്. സുപ്രിയ മരിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. DKയ്ക്കത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ഹരിപ്രിയെ കാണിച്ച് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. അങ്ങനെയൊന്നും പേടിക്കുന്ന ആളല്ല ഈ ഞാൻ. അയ്യോ, ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തേനെ. താങ്ക് യു. അവളുടെ ചമ്മൽ ഇതുവരെ മാറിയിട്ടില്ല. പാവം, ഹരിപ്രിയ ഓർത്ത് തീ കുറച്ച് തിന്ന് കാണും. അങ്ങനെ നിസ്സാരായിട്ട് കാണാൻ വരട്ടെ. ഹരിപ്രിയ DKയ്ക്കും ജ്യോതിക്കും ഒരു പ്രശ്നമായി ഇനി മാറിയാലോ? താരേച്ചി എന്തായി പറയുന്നത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, അപ്പൊ പിടുത്തം കിട്ടും. ഹലോ. നീയും നിന്റെ ഭാര്യയും കൂടി എന്നെ നാണം കെടുത്തിയതിന് പകരം ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇതുവരെ ഞാൻ നിന്റെ കുടുംബത്തിൽ കയറി ആരെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ നീ എന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയുള്ള കരുക്കൾ നീക്കുന്നു അല്ലെ? എന്റെ പാർട്ടി നേതാക്കളെ ഉപയോഗിച്ച് എന്നെ രാജിവെപ്പിക്കാൻ നീ ശ്രമിക്കുന്നതായി ഞാൻ അറിഞ്ഞു. ഇതിനുള്ള ശിക്ഷ നിനക്ക് ഈ രാത്രി തന്നെ ഞാൻ തരുന്നുണ്ട്. നിന്റെ ആൺമക്കള് 3 പേരും കൊച്ചിയിലുണ്ടല്ലോ അല്ലേ? അവരിൽ ഒരുത്തന്റെ ജീവൻ ഇന്ന് ഞാൻ എടുക്കും. രക്ഷിക്കാൻ കഴിയുമെങ്കിൽ നീ അവരെ ഒന്ന് രക്ഷിച്ച് കാണിക്കടിക്കേ. നീ ഒരു ചുക്കും ചെയ്യില്ല. എന്റെ പിള്ളേരുടെ ദേഹത്ത് ഒരു തരി മണല് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്ത് കാണിക്ക. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും കാണിച്ചു തരാം. അബാലു, ഗോകുലും ശ്രീയോടെ ഈ രാത്രി നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ താമസിക്കുന്ന വീടും പരിസരവും വിട്ട് എങ്ങും പോകരുത്. ഞാൻ അങ്ങോട്ട് വരിക, കൊച്ചിയിലേക്ക്. പറയുന്നത് കേട്ടാ മതി. ഞാൻ വരുന്നവരെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് പുറത്തിറങ്ങരുത്, കേട്ടല്ലോ? എന്താ പ്രശ്നം? എനിക്കൊന്ന് അത്യാവശ്യമായി കൊച്ചി വരെ പോണം. ഈ രാത്രിയിലോ? അതെന്താ, രാത്രി പോയാൽ പറ്റില്ലേ? കാര്യം എന്താണെന്ന് പറഞ്ഞൂടെ? കാര്യമൊക്കെ തിരിച്ചു വന്നിട്ട് പറയാം. അമ്മേ, ഹിറ്റ്ലർ ഈ രാത്രി എങ്ങോട്ടോ പോവാൻ ഒരുങ്ങുക. എവിടെ പോകുന്നു നീ ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയുന്നില്ല. DK രാത്രിയിൽ എങ്ങോട്ട് പോന്നു? എനിക്കൊന്നും അറിയില്ല. അമ്മ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നു. ഒരു ഫോൺ വന്ന ശേഷം ഹിറ്റ്ലർ ആകെ ടെൻഷനില്ല. അത് കഴിഞ്ഞപ്പോഴാ പോവാൻ ഒരുങ്ങിയത്. My son, where are you going? ഈ നൈറ്റ് നീ എവിടേക്ക് പോവുക? അമ്മ, എനിക്ക് കൊച്ചി വരെ ഒന്ന് പോണം, അത്യാവശ്യം. What? You going to കൊച്ചി? എന്തിന്? അവിടെ നിന്റെ ആ മക്കളില്ലേ?
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാ പോരെ? അതല്ലമ്മേ, ഇതെന്തോ പ്രശ്നമുണ്ട്. ഏതോ ഒരു ഫോൺ വന്ന ശേഷമാ ഹിറ്റ്ലർ പോവാൻ തീരുമാനിച്ചത്. ആരാ നിങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ ആരും ഇങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഡി കെ, ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞത്. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. പിന്നെന്തിനാ ഡി കെ ഇപ്പൊ എറണാകുളത്തേക്ക് പോകുന്നേ? സാധാരണ ഡി കെ രാത്രിയില് ഇങ്ങനെ ടെൻഷൻ അടിച്ച് എങ്ങോട്ടും പോകുന്ന പതിവില്ലല്ലോ. ഡി കെയുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. പറയൂ ഡി കെ, എന്താ യഥാർത്ഥ പ്രശ്നം? ബാലുവിനും ഗോകുലിനും ശ്രീയേട്ടനും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതൊക്കെ ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. ബിസിനസിൻ്റെതായ ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ ഈ രാത്രി തന്നെ കൊച്ചിയിലേക്ക് പോയേ പറ്റൂ. ബാക്കിയൊക്കെ തിരിച്ചു വന്നിട്ട് പറയാം. അമ്മേ, നാളെ പകല് ഞാനിവിടെ ഉണ്ടാവില്ല. നിങ്ങളാരും ഈ വീട് വിട്ട് പുറത്തേക്ക് പോരുത്. വാട്ട് മൈസൺ, നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? പുറത്തു പോകരുതെന്നോ? എന്താണ് കുഴപ്പം? ആർക്കെങ്കിലും എന്തെങ്കിലും ഭീഷണി ഉണ്ടെങ്കിൽ അത് പറയൂ ഡി കെ. അതൊന്നും ഇപ്പൊ നിങ്ങളോട് തുറന്നു പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ നിങ്ങൾ ആരും നാളെ അനാവശ്യമായി ഈ വീട് വിട്ട് പുറത്തു പോകരുത്. ഞാൻ തിരിച്ചു വരുന്നവരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. അമ്മ, ഹരിപ്രിയേ, കമലെടുത്തി, ഇവിടെ ആരുമില്ലേ? ഹരിപ്രിയേ, കമലെടുത്തി, ഒന്ന് വാതിൽ തുറക്കോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഹരിപ്രിയേ, കമലെടുത്തി. ആരാ നീ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? ഹരിപ്രിയയാണോ? ആ, അവരിതെവിടെ പോയി? അപ്പോ നീ കാര്യമൊന്നും അറിഞ്ഞില്ല? ഇല്ല. അവര് പുലർച്ചയ്ക്ക് പോയല്ലോ. പോയോ? അവര് തിരിച്ചു പോയോ? ശോ, എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, യാത്ര പറഞ്ഞിട്ട് പോകാനേ അവര് തിരിച്ചു പോയതൊന്നും അല്ല. അവര് വേറെ എങ്ങോട്ടോ പോയതാ. ഇന്നലെ രാത്രി ഡി കെ പോയി, ഇന്ന് പുലർച്ചെ അവരും പോയി. രണ്ടും കൂടെ പ്ലാൻ ചെയ്ത് പോയതാണെന്ന് ആർക്കറിയാം? അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. സുപ്രിയാന്റിയുടെ അനിയത്തിയല്ലേ. അവരൊരുമിച്ച് എവിടെയെങ്കിലും പോയാ കുറ്റം പറയാനൊക്കുവോ? ദേ, അനാവശ്യം പറയരുത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരിടത്തും പോകുന്ന ആളല്ല എന്റെ ഭർത്താവ്. എന്നിട്ടാണോ ആ ഹേമലതയുടെ കാര്യത്തിൽ വിശ്വാസം ഇല്ലാതെ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? അത് വേറെ, ഇത് വേറെ. അതെന്താ അപ്പൊ ഒരു നീതി, ഇപ്പൊ വേറൊരു സംസാരം? നിനക്കപ്പ ഡി കെ വിശ്വാസം ഉണ്ടായിരുന്നു? എന്റെ ഭർത്താവിനെ എനിക്ക് 100% വിശ്വാസമാണ്. ആഹാ, എന്നിട്ടാണോ നീ അന്ന് അങ്ങനെ പറഞ്ഞത്? ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ പറയും. നിങ്ങളൊക്കെ ചോദിക്കാൻ വരുന്ന എന്തിനാ? ആഹാ, അത് കൊള്ളാലോ. തന്നെ താൻ ചെയ്ത കുറ്റത്തിന് ഞങ്ങളോട് കുതിര കയറാൻ വരുന്നോ? ഞാൻ ആരോടും കുതിര കയറൊന്നും അല്ല. ഉള്ള കാര്യം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്റെ ഭർത്താവ് ആ ഹരിപ്രിയയുടെ കൂടെ ഒരിടത്തും പോകത്തില്ല. അല്ല, ഹരിപ്രിയ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഹരിപ്രിയ ഞങ്ങളോട് പറഞ്ഞതൊക്കെ ഞങ്ങൾ എന്തിനാ നിന്നോട് പറയുന്നേ? അല്ല, അവര് എവിടെ പോയതാണെന്നോ മറ്റോ.
ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. അതല്ല, നിങ്ങൾ അവര് പോകുന്നത് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. പോകുമ്പോ ഞങ്ങളോട് പറഞ്ഞിട്ടാ പോയത്. അവര് എവിടെ പോയിന്നാ പറഞ്ഞേ? ആ, എറണാകുളത്തെങ്ങാണ്ട് പോവാന്നാ പറഞ്ഞത്. DKM എറണാകുളത്തേക്ക് എന്നല്ലേ പോയത്? അപ്പോ ഇത് ഒരുമിച്ചുള്ള പ്ലാനിംഗ് ആണെന്നാ തോന്നുന്നത്. അതെ, നീ DK ഒന്ന് വിളിച്ചു നോക്ക്. എന്നിട്ട് ഹരിപ്രിയ ഒപ്പം ഉണ്ടോ അതോ ഹരിപ്രിയ എവിടെയെങ്കിലും വെച്ച് കാണുവോ എന്നൊക്കെ ചോദിച്ചു നോക്ക്. ആ, വേഗം വിളിക്കണേ. ചിലപ്പോ അവര് ഒരുമിച്ച് കണ്ടേക്കാം. അവൾക്ക് ശരിക്കും ഏറ്റിട്ടുണ്ട്. എന്തായാലും ഇങ്ങനൊരു പണി കൊടുത്ത നന്നായി. അവളിപ്പോ ആലോചിച്ചു കൂട്ടുമായിരിക്കും. ആ, അല്ല, സത്യത്തിൽ ആ ഹരിപ്രിയ എങ്ങോട്ടാ പോയത്? മായച്ചവരെ കണ്ടായിരുന്നോ? ഞാനൊന്നും കണ്ടില്ല. അപ്പൊ കണ്ടൂന്ന് പറഞ്ഞതോ? ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. വാ. കണ്ണാ, അവളുമാര് പറഞ്ഞത് നേരായിരിക്കോ? ഇനി ഹിറ്റ്ലറും ഹരിപ്രിയയും ചേർന്ന് പ്ലാൻ ചെയ്ത് പോയതായിരിക്കോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഹിറ്റ്ലർ അങ്ങനെ ചെയ്യുമോ? എന്നാൽ ഈ ഹരിപ്രിയയും കമലെടുത്തിയും അവരെവിടെ പോയതാ? അവരും എറണാകുളത്ത് തന്നെയാ പോയതെന്ന് പറയുന്നത് ശരിയാണോ? അതോ ഇവളുമാരി എനിക്കിട്ട് പണിതതാണോ? ആയിരിക്കില്ല. ചിലപ്പോ അവളുമാരോട് പറഞ്ഞത് തന്നെ ആയിരിക്കും. എന്റെ കണ്ണാ, നീ എന്നെ രക്ഷിക്കണേ. DKയുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ഒന്നും തോന്നിച്ചേക്കല്ലേ. ഓ, ഇതിന്റെ കൂടെ ഒരു കുറവേ ഉള്ളൂ. ഹലോ ജ്യോതിമാ, നിന്റെ ഭർത്താവ് എവിടെ പോയി? എറണാകുളത്ത് പോയതാണല്ലേ? അതെന്തിനാ നീ അന്വേഷിക്കുന്നേ? എറണാകുളത്തോ കോഴിക്കോടോ തൃശ്ശൂരോ എവിടെ പോയാലും നിനക്കെന്താ? എനിക്കൊന്നുമില്ല. പക്ഷേ അവിടെ അവനിട്ട് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട്. എന്താന്ന് അവൻ വരുമ്പോ ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ ശരി. ഹലോ. ഓ, സത്യമാണോ ശ്രീയേട്ടാ? എന്റെ ദൈവമേ, എന്നിട്ട് മായച്ചി, ശ്രീയേട്ടൻ എന്താ പറഞ്ഞത്? മൈച്ചി, അവർക്ക് എന്താ പറ്റിയത്? അറിഞ്ഞത് സത്യം തന്നെയാ. അവരിപ്പോ പോലീസ് സ്റ്റേഷനിലാ. അയ്യോ, ഗോകുലിന് അല്പം പരിക്ക് പറ്റിയിട്ടുണ്ട്. അയ്യോ ഈശ്വര, എന്റെ ഗോകുലേട്ടന് എന്താ പറ്റിയത്? ഇന്നലെ ഏതോ ഗുണ്ടകളുമായിട്ട് തല്ലുകൂടിയതാ. ഗുണ്ടകളുമായിട്ടോ? ദൈവമേ, എന്തൊക്കെയാ നമ്മളീ കേക്കുന്നേ? എന്നിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യേണ്ടതിന് പകരം ശ്രീയേട്ടനെയും ഗോകുലേട്ടനെയും ബാലുവിനെയുമാ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാന പ്രശ്നം അതല്ല. പിന്നെന്താ പ്രശ്നം? ഇതിന്റെ എല്ലാം പിന്നിൽ ആ വിഘ്നേഷ് ആണെന്നാ ശ്രീയേട്ടൻ പറയുന്നത്. ഇന്നലെ രാത്രി തന്നെ DK വിവരം അറിയിച്ചു. അതാ DK രാത്രി തന്നെ കൊച്ചിക്ക് പോയത്. എന്നിട്ട് അവരെ ജാമ്യത്തിൽ ഇറക്കിയോ? ഇല്ല, DK വക്കീലുമായി സ്റ്റേഷനിൽ നിൽക്കുന്നതേ ഉള്ളൂ. എന്താ എന്താ പ്രശ്നം? ഹിറ്റ്ലർ ഏത് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന കാര്യം പറഞ്ഞേ? എവിടെയാണെന്ന് പറഞ്ഞാ നീ പോയി ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൊണ്ടുവരുമോ?
നിങ്ങൾ കാര്യം എന്താന്ന് വെച്ചൊന്ന് പറ. വെറുതെ ടെൻഷൻ അടുപ്പിക്കല്ലേ മായേ. വേണം, നീ ടെൻഷൻ അടിക്കണം. നീ നിന്റെ ഭർത്താവുക ഇതിനെല്ലാം കാരണം. Shut up!